ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ അനിയൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗാണ്, ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി തിരുവനന്തപുരം ടു ഗുരുവായൂർ ആൻഡ് ഗുരുവായൂർ ടു തിരുവനന്തപുരം ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിന് രാത്രി 12 സംതിങ് എന്തോ ആയിരുന്നു കേട്ടോ. നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇതാ വന്നു. ഞങ്ങൾ സ്ലീപ്പർ ഓൾറെഡി ബുക്ക് ചെയ്തത് കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി കുറേ നാളത്തിന് ശേഷമാണ് ലൈക്ക് ട്രെയിനിലൊക്കെ കിടന്നൊക്കെ പോകാനായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പർ ബർത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞങ്ങളിങ്ങനെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളിങ്ങനെ റൂം വേണമെന്നൊക്കെ ചോദിച്ച ആൾക്കാർ അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഞങ്ങളൊരു റൂം എടുക്കുക ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഫ്രഷൻ അപ്പ് ആയിട്ട് പോകാൻ വേണ്ടി. ഞങ്ങൾ അന്ന് രാത്രി തന്നെയാണ് തിരിച്ചു വരാനായിട്ട് തീരുമാനിച്ചേട്ടാ. നമ്മുടെ ആദപ്പൻ ഇതെന്താണ് സംഭവം എന്താണെന്നുള്ള ഒരു ഉറക്കം എണീറ്റതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ 7-7:30 ആയപ്പോഴാണ് എത്തിയത്. എന്നിട്ട് ഞങ്ങൾ കുളിച്ച് എല്ലാവരും റെഡിയായി എത്തി. ഒരു 10 മണി കഴിഞ്ഞായിരുന്നു. ഇത്തവണ എന്തോ അവിടെ ഒരു യാഗോ എന്തോ നടക്കുന്ന കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഒബ്വിയസ്ലി അവിടെ ക്യാമറ അലൗഡ് അല്ലാത്ത കാരണം നമുക്കങ്ങനെ ഫോട്ടോസൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ട് ഫോട്ടോസ് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക്, അതായത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചോറൂണ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ക്യൂ ഇല്ലാണ്ട് കയറിപ്പോകാൻ പറ്റി. പക്ഷേ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് അമ്പലത്തിൽ തൊഴാനായിട്ട് പറ്റിയത്. പക്ഷേ ദൈവം സഹായിച്ച് നല്ല രീതിക്ക് തൊഴാനായിട്ട് പറ്റി. അതിനുശേഷം നമ്മൾ അതിനടുത്തുള്ള അമ്പലങ്ങളിലും ഒക്കെ പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ രാത്രി ഒന്ന് കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും രാത്രിയായിരുന്നു നമ്മളെ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ രാത്രി ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ഫൈനലി എല്ലാം മംഗളമായി നടന്നിരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റഡ്.